إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്ന നിമിഷങ്ങളാണ്. മരണത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അബ്ശിർ ബിൽ ജന്നതി യാ അമീറൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുക തന്നെ ചെയ്യും. താങ്കൾ സ്വർഗ്ഗം കൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനങ്ങളെല്ലാം കളവാക്കിയ സന്ദർഭത്തിൽ താങ്കൾ ആ റസൂലിൽ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഖുബിള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ അൻ ഖറാളിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ സമ്പൂർണ്ണ തൃപ്തിയിലാണ്, താങ്കളുടെ പേരിൽ സമ്പൂർണ്ണമായി തൃപ്തിപ്പെട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. വഖുതിൽത ഷഹീദൻ, താങ്കൾ മരണത്തിന്റെ കവാടത്തിലേക്ക് കടക്കാനിരിക്കുന്നത് ഒരു ഷഹീദായിക്കൊണ്ടാണ്. അതുകൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, താങ്കൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയണം. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പറയുന്നുണ്ട്, ഈ ഭൂമി നിറയെ സ്വർണം എനിക്ക് ലഭിക്കുകയും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കുകയും ചെയ്തിട്ട് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മറുപടി നൽകുകയാണ്. മാത്രമല്ല, മകൻ അബ്ദുള്ളയുടെ മടിയിൽ കിടക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നുണ്ട്, എൻ്റെ കവിള് താങ്കളൊന്ന് നിലത്ത് വെക്കണം, ഭൂമിയിൽ വെക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഉമർ കിടക്കുന്നത് കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒന്ന് കാരുണ്യം തോന്നുകയാണ് എങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് ഇത്തരത്തിലുള്ള മരണമാസന്നമാകുന്ന വേളയിലും ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറഞ്ഞു, ഉമറു ഫിൽ ജന്ന,
ഉമർ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന്. മാത്രമല്ല ഉമറിന്റെ കൊട്ടാരം റളിയല്ലാഹു അൻഹു ഞാൻ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമറു നബിയ്യ, എനിക്ക് ശേഷം ഇനി ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമറായിരിക്കും പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അത്രയും ഈമാനുള്ള, അത്രയും സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണമാസന്നമായി കിടക്കുന്ന വേളയിൽ പറയുന്ന വാചകങ്ങളാണ്, ഈ ഭൂമി മുഴുവൻ സ്വർണം എനിക്ക് ലഭിച്ച് അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ എന്ത് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും ഒരുപാട് പ്രതീക്ഷയിൽ ജീവിച്ചവരല്ല. സ്വർഗമുണ്ട്, സ്വർഗം എന്തായാലും ഞങ്ങൾക്ക് ലഭിക്കും, ഞങ്ങളൊക്കെ മുവഹിദീങ്ങളാണ്, അള്ളാഹുവിന്റെ ശിക്ഷക്കൊന്നും ഞങ്ങൾ ഇരയാവുകയില്ല എന്ന രൂപത്തിൽ ദുനിയാവിൽ വളരെ അമ്നോടുകൂടി ജീവിച്ചവരായിരുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടെ ജീവിച്ചവരാണ് സഹാബാക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഈ വെള്ളിയാഴ്ച നമുക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ, കഴിഞ്ഞ വെള്ളിയാഴ്ചയുള്ള പല ആളുകളും ഈ വെള്ളിയാഴ്ച ജുമാ കൂടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകെട്ടുകളിലുമായിക്കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ അവരുടെ ഖബറുകളിൽ നിന്ന് കഴിഞ്ഞുകൂടുകയാണ്. നമുക്കും ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. നമ്മുടെ മരണവും നിശ്ചയിച്ച ഒരു തീയതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക വിശ്വാസികളെ. മാത്രമല്ല ഓരോ നഫ്സും നാളേക്ക് വേണ്ടി എന്താണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകളിൽ എന്താണുള്ളത്, നമുക്ക് എത്ര നിമിഷങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുണ്ട്, എത്ര നല്ല അമലുകൾ നമ്മൾ സമർപ്പിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ വിശ്വസിച്ച് പോരുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി ഒരു അവലോകനം നടത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ്. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ഇടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി അനിൻ നാർ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ഒരു അമൽ പറഞ്ഞു തരണം, ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് ഞങ്ങളെ വിട്ടുനിർത്തുന്ന ഒരു അമലിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അങ്ങനെയുള്ള ചോദ്യങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്? അവർക്കറിയാം, ഈ ലോകത്തിലുള്ള വിജയങ്ങളോ ഈ ലോകത്തിലുള്ള നേട്ടങ്ങളോ ഒന്നുമല്ല യഥാർത്ഥമായ വിജയം എന്ന് പറയുന്നത്. മറിച്ച് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അതവർക്ക് കൃത്യം അറിയാം. ആരാണോ നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും അതുപോലെ തന്നെ സുഖാനുഭൂതികളുടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണ് സ്വഹാബാക്കൾ. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് ഞങ്ങളെ വിട്ടുനിർത്തുന്നതായ സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പലപ്പോഴും സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് ലക്ഷ്യമെന്ന് അറിയാത്തവരല്ല നമ്മൾ ആരും. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ ചരിത്ര സംഭവങ്ങൾ വായിക്കുകയും അതോടൊപ്പം തന്നെ അത് വായിച്ച് ഈമാൻ പുതുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഹിജ്റയുടെ 6-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം അരങ്ങേറുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിലുള്ള മുശ്രിക്കീങ്ങളും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അങ്ങേയറ്റത്തെ ഏകപക്ഷീയമായ ഒരു കരാർ എന്നാണ് ആ കരാറിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയധികം ഏകപക്ഷീയമായ ഒരു കരാറായിരുന്നു. മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് സുഹൈൽ ഇബ്നു അംറാണ്
അന്ന് കരാർ എഴുതാൻ വേണ്ടി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു കാത്തിബും കൂടി ആ കരാർ എഴുതാൻ വേണ്ടി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കരാർ ആരംഭിക്കാം. സുഹൈല് മുശ്രിക്കീങ്ങളുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു, റഹ്മാനും റഹീമുമായ ഒരു റബ്ബിനെ ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് ബിസ്മിക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ താങ്കൾക്ക് കരാർ ആരംഭിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അങ്ങനെ കരാർ എഴുതി. എന്നിട്ട് കരാറിന്റെ രണ്ട് ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് എഴുതുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി, ഇത് മുഹമ്മദുൻ റസൂൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ഒരു കരാറാണ്. സുഹൈൽ പറഞ്ഞു, അല്ല, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞതും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഉടമ്പടി, ഇങ്ങനെ ഒരു കരാറ് ഞങ്ങൾ എഴുതുന്നതും എന്തിനാണ്? അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റൂല, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നാണ് താങ്കൾ എഴുതേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഭാഗം താങ്കളൊന്ന് വെട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും ആദരവും കാരണം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്തായാലും അത് വെട്ടാൻ തയ്യാറല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ് ആ റസൂൽ എന്ന ഭാഗം എഴുതിയിട്ടുള്ളത്? അതെനിക്കൊന്ന് കാണിച്ചു തരിക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായ നിരക്ഷരനായ പ്രവാചക റസൂലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താ എഴുത്തും വായനയും അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു, റസൂൽ എന്ന് എഴുതിയിട്ടുള്ളത് ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മായ്ച്ചു കളഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ മുശ്രിക്കീങ്ങൾ അതിൽ രേഖപ്പെടുത്തി വെച്ചു, എല്ലാം ഏകപക്ഷീയമായ കാര്യങ്ങൾ. അതിൽ കാണാം, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് മുസ്ലിമായി കൊണ്ടുവരികയാണ് എങ്കിൽ അവനെ തിരിച്ചയക്കണം, മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വല്ല ആവശ്യാർത്ഥവുമായി കൊണ്ടുവരികയാണ് എങ്കിൽ അവരെ ഒരിക്കലും തിരിച്ചയക്കുകയില്ല, അവരെ ബന്ധനസ്ഥിലാക്കുമെന്ന് ആ കരാറിൽ എഴുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സമ്മതിച്ചു. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും വല്ലാതെ അത്ഭുതപ്പെട്ടു, എന്ത് കരാറാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിൽ ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു സഹാബി കടന്നു വരുന്നുണ്ട്, അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലുകളിൽ ചെങ്കലകളുണ്ട്, അതുപോലെ തന്നെ വ്രണങ്ങൾ ഒലിപ്പിക്കുന്ന മുറിവുകളുണ്ട്, വലിയ പ്രയാസപ്പെടുത്തുന്ന മുറിവുകൾ അദ്ദേഹത്തിന്റെ കാലിലുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹുവിനെ മുസ്ലിമായി എന്നുള്ളതിന്റെ പേരിൽ അതിശക്തമായി ക്രൂരമായി പീഡിപ്പിക്കുകയും ബന്ധനസ്ഥലത്തിലാക്കുകയും ചെയ്ത സ്വഹാബിയാണ്. എങ്ങനെയൊക്കെയോ ആ ചെങ്ങലകളൊക്കെ പൊട്ടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന് ശരിയാം വണ്ണം ഒന്ന് നടക്കാൻ പോലും സാധിക്കുന്നില്ല. വേച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് അദ്ദേഹം വരുന്നത്. വന്നുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വീണു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സുഹൈൽ ബിൻ അംറിന്റെ മകനായിരുന്നു അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹു. സുഹൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സമയമായി. ഈ കരാർ എഴുതിയിട്ടുണ്ട്, ഈ കരാർ പൂർത്തിയായിട്ടുണ്ട്. അബൂജന്തലിന്റെ വിഷയത്തിലാകട്ടെ ആദ്യമായി നമ്മൾ കരാർ നിർവഹിക്കേണ്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജന്തലിന്റെ വിഷയത്തിൽ മുശ്രിക്കീങ്ങളായ ആളുകളോട് ഒരു ഇളവ് ചോദിച്ചു. പക്ഷേ സുഹൈൽ ഇബ്നു അംർ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, തന്റെ മകനാണ് അബൂജന്തൽ, അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോവാണ്. സഹാബാക്കൾ വല്ലാതെ വികാരഭരിതരായി, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് വൈകാരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു, പ്രതികരിച്ചു എന്ന് പോലും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അലസ്ത നബിയല്ലാഹി ഹഖ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ യഥാർത്ഥമായുള്ള ഒരു നബി തന്നെയല്ലേ? അലസ്ന അലൽ ഹഖി, നമ്മൾ തന്നെയല്ലേ സത്യത്തിലുള്ളത്? വഅദുന അലൽ ബാത്തിൽ, നമ്മുടെ ശത്രുക്കൾ തന്നെയല്ലേ ബാത്തിലിലുള്ളത്, വഴികേടിലുള്ളത്? എന്നിട്ടും എന്തിനാണ് നബിയെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹി വലസ്തു അഅസിഹി വഹുവ നാസിർ. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ ഒരിക്കലും ഒരു കരാറിൽ ലംഘനം വരുത്തുകയില്ല, ഒരു കരാറിൽ ലംഘനം വരുത്തുകയില്ല, ഞാൻ ധിക്കാരം പ്രവർത്തിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് മൂളിയാൽ ആ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അബൂജഹലിനെ തിരിച്ചയക്കാൻ സമ്മതിക്കില്ല. എന്നിട്ടും എല്ലാ കഴിവുകൾ ഉണ്ടായിട്ടും ലോകത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ കരാർ പാലിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ അബൂജഹലിനെ കൊണ്ടുപോകുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, അബൂജഹൽ താങ്കൾ തിരിച്ചു പോകണം, ഇസ്ബിർ വഹ്തസിബ്, താങ്കൾ ക്ഷമിക്കണം, താങ്കൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കാംക്ഷിക്കണം, താങ്കൾ തിരിച്ചു പോകണം, ഞങ്ങൾ കരാറിലായിട്ടുണ്ട്, ആ കരാർ ഒരിക്കലും ലംഘിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അബൂജഹൽ റളിയല്ലാഹു തആല അൻഹു ഉറക്കെ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അലാ തറാ മാ ലഖീത്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ കാണുന്നില്ലേ എന്തെല്ലാമാണ് ഞാൻ സഹിച്ചിട്ടുള്ളത്, എന്തെല്ലാം ഞാൻ അഭിമുഖീകരിച്ചു എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂജഹൽ ചരിത്രത്തിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ അബൂജഹലിനെ തിരിച്ചയക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അബൂജഹലിനെ അവർ തിരിച്ചു കൊണ്ടുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ത്യാഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബാക്കളും ഈ ദീനിനു വേണ്ടി സഹിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരാരും നിർഭയത്വത്തോടു കൂടി ഈ ദുനിയാവിൽ ജീവിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ളവരാണ്, ഞങ്ങളൊക്കെ നരകത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തപ്പെടുന്നവരാണ് എന്ന് അവരാരും ചിന്തിച്ചിട്ടില്ല. മറിച്ച് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷങ്ങളിലെ വാചകം നമുക്ക് പാഠമാകണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആളുകളുടെ അവസ്ഥ ഇങ്ങനെയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ കർമ്മങ്ങളുണ്ട്, എത്ര അള്ളാഹുവിനോട് നമ്മളൊക്കെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്, നിസ്കരിക്കാറുണ്ട്, അതല്ലെങ്കിൽ സ്വതക്കകൾ ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് അടുക്കാൻ പാകത്തിനുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാൻ ഞാനും അള്ളാഹും മാത്രം അറിയുന്ന നിമിഷങ്ങളാണിത് എന്ന് പറഞ്ഞു വെക്കാനുള്ള എത്ര നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് കളയാമെന്ന്? എത്രയേറെ പ്രയാസങ്ങൾ സഹിച്ച സഹാബാക്കളോടാണ് പറയുന്നത്, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുനർവിചിന്തനം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു, അൽ മലായികതു തുസല്ലി അലാ അഹദിക്കും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി. മലക്കുകൾ നിങ്ങളിൽ ഓരോരുത്തർക്കു വേണ്ടിയും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി മാ ലം യുഹ്ദിസ്. അവൻ നമസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ അവൻ എത്ര കാലത്തോളം അവൻ ഇരിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മാലം യുഹ്ദിസ്, അവൻ അശുദ്ധിയിലാകുന്നത് വരേക്കും, അവൻ്റെ വുദൂ നഷ്ടപ്പെടുന്നത് വരേക്കും നമ്മൾ നമസ്കരിച്ച നമസ്കാര പായൽ തന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ സമയത്തെല്ലാം മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലായികത്തുകൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തഖൂൽ, ആ മലായികത്തുകൾ പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുവിനെ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അതുപോലെ തന്നെ അദ്ദേഹത്തോട് കാരുണ്യം ചെയ്യണേ എന്ന്
ആ മലക്കുകൾ ഇങ്ങനെ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന വാചകം നമുക്ക് കാണുവാൻ സാധിക്കും. ആർക്കെങ്കിലും ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുകയും അതോടൊപ്പം തന്നെ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു താപവും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ അതെല്ലാം പുറത്തു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും അവർ നമസ്കരിച്ചതായ സ്ഥലത്ത് തന്നെ അവർ ഇരുന്നു കൊള്ളട്ടെ. അവരുടെ അദ്കാറുകൾ ചെല്ലുന്ന സമയത്തൊക്കെ അവർ നമസ്കരിച്ചതായ അതേ സ്ഥലത്ത് തന്നെ അവർ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രതിഫലം, അവർക്ക് ആ ഒരു പ്രാർത്ഥന ലഭിക്കുകയും അതോടുകൂടെ തന്നെ അവരുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുമെന്നൊക്കെ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ നിസ്കരിച്ച ഉടനെ നമ്മൾ എഴുന്നേറ്റ് പോകാതെ ആ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ആ നിസ്കാര ശേഷമുള്ള അദ്കാറുകളൊക്കെ നമ്മൾ അവിടുന്ന് തന്നെ ചെല്ലുക. എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് പോകാം. ഇനി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അടിസ്ഥാനത്തിൽ മസ്ജിദിൽ എവിടേക്ക് മാറിയിരുന്നാലും ആ പ്രതിഫലം ലഭിക്കും. നിസ്കാരത്തിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഏത് സ്ഥലത്തേക്ക് അയാൾ മാറിയിരിക്കുകയാണെങ്കിലും ആ ഒരു പ്രതിഫലം അയാൾക്ക് പ്രതീക്ഷിക്കാമെന്നും പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും കഴിവിൻ്റെ പരമാവധി നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ദിക്ർ ചെല്ലാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.